ഒരു രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും പൂർണ്ണമാകണമെങ്കിൽ സൈനിക ശക്തി മാത്രം പോരാ, മറിച്ച് ആ സൈന്യത്തിന് ആവശ്യമായ ആയുധങ്ങളും സാങ്കേതിക വിദ്യയും സ്വന്തമായി നിർമ്മിക്കാനുള്ള ശേഷി കൂടി ഉണ്ടായിരിക്കണം. ഈ തത്വം മുൻനിർത്തി പ്രതിരോധ മേഖലയിൽ ഇറക്കുമതി ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കാനും ആഭ്യന്തര ഉൽപാദനം ശക്തിപ്പെടുത്താനുമുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ ഇപ്പോൾ വൻ വിജയത്തിലെത്തി നിൽക്കുകയാണ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപാദനം എക്കാലത്തെ ഉയർന്ന നിരക്കായ 1.78 ലക്ഷം കോടി രൂപയിൽ എത്തി നിൽക്കുന്നതായി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മുൻ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് പ്രതിരോധ ഉൽപാദനത്തിന്റെ 15.6% വൻ വർധനമാണ് രാജ്യം കൈവരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഏറ്റവും വലിയ വിജയഗാഥയായി പ്രതിരോധ മേഖലയിലെ ഈ മാറ്റം വിലയിരുത്തപ്പെട്ടു. വർഷങ്ങളായി ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതി രാജ്യങ്ങളിൽ ഒന്നായിരുന്ന ഇന്ത്യ, റഷ്യ, അമേരിക്ക, ഫ്രാൻസ്, ഇസ്രയേൽ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിരോധ ഇറക്കുമതിയായി കോടിക്കണക്കിന് ഡോളറാണ് രാജ്യം ചെലവഴിച്ചിരുന്നത്. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുക മാത്രമല്ല, അടിയന്തര യുദ്ധ സാഹചര്യങ്ങളിൽ വിദേശ ശക്തികളെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥയെ സൃഷ്ടിച്ചിരുന്നു. ഈ അവസ്ഥയ്ക്കാണ് ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെ വലിയൊരു മാറ്റം വന്നത്. പ്രതിരോധ മേഖലയിലെ ആഭ്യന്തര നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിരവധി ചരിത്രപരമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. ആയിരക്കണക്കിന് പ്രതിരോധ സാമഗ്രികളുടെയും ആയുധങ്ങളുടെയും ഇറക്കുമതി ഘട്ടം ഘട്ടമായി നിരോധിക്കുകയും അവ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കണമെന്ന് നിർബന്ധമാക്കുകയും ചെയ്തു. ആഭ്യന്തര കമ്പനികളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നത് എളുപ്പമാക്കുന്ന രീതിയിൽ ചട്ടങ്ങളിൽ മാറ്റം വരുത്തി. DRDO പോലുള്ള സർക്കാർ സ്ഥാപനങ്ങൾക്കൊപ്പം സ്വകാര്യ മേഖലയ്ക്കും പ്രതിരോധ ഗവേഷണങ്ങളിൽ പങ്കാളികളാകാൻ അവസരം നൽകി. ഈ നയപരമായ പരിഷ്കാരങ്ങളാണ് വെറും 10 വർഷം കൊണ്ട് ഇന്ത്യൻ പ്രതിരോധ ആവാസ വ്യവസ്ഥയെ അപ്പാടെ മാറ്റിമറിച്ചത്. 2013-14 കാലഘട്ടത്തിൽ വെറും 43,746 കോടി രൂപയായിരുന്ന പ്രതിരോധ ഉൽപാദനമാണ് ഇപ്പോൾ 1.78 ലക്ഷം കോടിയിൽ എത്തി നിൽക്കുന്നത്. അതായത് കഴിഞ്ഞ ഒരു വർഷം പതിറ്റാണ്ട് രാജ്യത്തെ ആഭ്യന്തര പ്രതിരോധ ഉൽപാദനം ഏകദേശം 4 ഇരട്ടിയായി വർദ്ധിച്ചു. ഇന്ത്യൻ പ്രതിരോധ മേഖലയുടെ ഈ കുതിച്ചുചാട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വശം സ്വകാര്യ കമ്പനികളുടെ ശക്തമായ കടന്നുവരവാണ്. ഒരു കാലത്ത് പ്രതിരോധ നിർമ്മാണം പൂർണ്ണമായും ഓർഡിനൻസ് ഫാക്ടറികളെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും കുത്തകയായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി മാറി. ആകെ ഉൽപാദനത്തിന്റെ 76% പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വകയാണെങ്കിൽ ബാക്കി 24% വിഹിതവും സ്വകാര്യ മേഖലയാണ് സ്വന്തമാക്കിയത്. മുൻവർഷത്തെ അപേക്ഷിച്ച് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം 22% നിന്നും 24% ഉയർന്നു. ഏകദേശം 42,000 കോടി രൂപയുടെ പ്രതിരോധ സാമഗ്രികളാണ് ഇത്തവണ സ്വകാര്യ കമ്പനികൾ മാത്രം നിർമ്മിച്ചത്. പ്രതിരോധ ആവാസ വ്യവസ്ഥയിൽ സ്വകാര്യ പങ്കാളിത്തം എക്കാലത്തെ ഉയർന്ന നിരക്കിൽ എത്തിയ വർഷം കൂടിയാണിത്. ഇന്ത്യയിലെ പ്രമുഖ വ്യവസായ ഗ്രൂപ്പുകൾ മുതൽ ന്യൂനത ആശയങ്ങളുമായി വന്ന സ്റ്റാർട്ടപ്പുകൾ വരെ ഇന്ന് പ്രതിരോധ നിർമ്മാണത്തിൽ സജീവമാണ്. നിരീക്ഷണത്തിലും ആക്രമണങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ആധുനിക ഡ്രോണുകൾ ഇന്ന് ഇന്ത്യൻ സ്വകാര്യ കമ്പനികൾ നിർമ്മിക്കുന്നു. മിസൈലുകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഭാഗങ്ങളും സബ് സിസ്റ്റങ്ങളും സ്വകാര്യ മേഖല സംഭാവന ചെയ്യുന്നു. റഡാറുകൾ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങൾ, സിഗ്നൽ ജാമറുകൾ എന്നിവയിൽ സ്വകാര്യ നിക്ഷേപം വർദ്ധിച്ചു. ഭാവി യുദ്ധമുറകളിൽ നിർണായകമാകുന്ന റോബോട്ടിക് സാങ്കേതികവിദ്യയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും പ്രതിരോധത്തിൽ സമർത്ഥമായി ഉപയോഗിക്കാൻ സ്വകാര്യ കമ്പനികൾക്ക് സാധിക്കുന്നുണ്ട്. ഇന്ത്യൻ പ്രതിരോധ മേഖല ഇപ്പോൾ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല, മറിച്ച് മെയ്ഡ് ഇൻ ഇന്ത്യ ആയുധങ്ങൾ ആഗോള വിപണിയിലും വലിയ തരംഗം സൃഷ്ടിക്കുകയാണ്. ഇന്ത്യയുടെ സാങ്കേതിക വിദ്യയുടെ ഗുണമേന്മയ്ക്കുള്ള ആഗോള അംഗീകാരമാണ് നിലവിൽ കയറ്റുമതി കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,424 കോടി രൂപ എന്ന ചരിത്ര നേട്ടത്തിൽ എത്തിയിരുന്നു. ഏഷ്യ, ആഫ്രിക്ക, പശ്ചിമേഷ്യ, ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ മേഖലകളിലെ 80-ലധികം രാജ്യങ്ങളിലേക്കാണ് നിലവിൽ ഇന്ത്യൻ അത്യാധുനിക പ്രതിരോധ സാമഗ്രികൾ കയറ്റി അയക്കുന്നത്. ഇന്ത്യൻ കയറ്റുമതി ചെയ്യുന്ന പ്രധാന സാമഗ്രികൾ ഇവയാണ്: ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ഈ മിസൈൽ വാങ്ങാൻ ഫിലിപ്പീൻസ് അടക്കമുള്ള രാജ്യങ്ങൾ കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. ചെറിയ ദൂര വ്യോമ പ്രതിരോധ സംവിധാനമായ ആകാശിനും അന്താരാഷ്ട്ര വിപണിയിൽ പ്രിയമേറുന്നു. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ലഘു യുദ്ധവിമാനമായ തേജസ് വാങ്ങാൻ പല വിദേശ രാജ്യങ്ങളും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. HAL നിർമ്മിക്കുന്ന ഹെലികോപ്റ്ററുകളും വിദേശത്ത് കയറ്റി അയക്കുന്നു. അത്യാധുനിക ആർട്ടിലറി ഗണ്ണുകളും യുദ്ധോപകരണങ്ങളും വിവിധ ആഫ്രിക്കൻ, ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ കയറ്റി അയക്കുന്നുണ്ട്. പ്രതിരോധ മേഖലയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ ഒരു തുടക്കം മാത്രമാണെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുന്നത്. വരുന്ന 2023 സാമ്പത്തിക വർഷത്തോടെ രാജ്യത്തെ പ്രതിരോധ ഉൽപാദനം 3 ലക്ഷം കോടി രൂപയായി ഉയർത്തുകയാണ് ലക്ഷ്യം. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായി വിപുലമായ പദ്ധതികളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. രാജ്യത്തെ പ്രതിരോധ നിർമ്മാണ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി വിവിധ സംസ്ഥാനങ്ങളിൽ അത്യാധുനിക വെടിക്കോപ്പ് നിർമ്മാണ ഹബ്ബുകൾ സ്ഥാപിക്കാനുള്ള ജോലികൾ അവസാന ഘട്ടത്തിലാണ്. മഹാരാഷ്ട്ര, ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ് ഈ സംസ്ഥാനങ്ങളിൽ പുതിയ നിർമ്മാണ യൂണിറ്റുകൾ വരുന്നതോടെ പ്രതിരോധ മേഖലയിൽ ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. കൂടാതെ ഉത്തർപ്രദേശിലും തമിഴ്നാട്ടിലും വികസിപ്പിച്ചു വരുന്ന ഡിഫൻസ് ഇൻഡസ്ട്രിയൽ കോറിഡോറുകൾ കൂടുതൽ നിക്ഷേപങ്ങളെ ആകർഷിക്കാൻ പാകത്തിൽ
നിർമ്മാണത്തിൽ സജ്ജമായി കഴിഞ്ഞു. പ്രതിരോധ ഉൽപാദനത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടായെങ്കിലും ഇനിയും ഇന്ത്യക്ക് മുന്നിൽ ചില വെല്ലുവിളികളുണ്ട്. നിർണായകമായ പല പ്രധാന സാങ്കേതിക വിദ്യകൾക്കും ഇപ്പോഴും വിദേശ സഹായം ആവശ്യമാണ്. ആധുനിക സാങ്കേതിക വിദ്യകളുടെ അറിവ് കൈമാറ്റം പൂർണ്ണതോതിൽ നടപ്പിലാക്കുക എന്നതും പ്രധാനമാണ്. എന്നിരുന്നാലും നിലവിലെ ഒരു പോക്ക് പരിശോധിച്ചാൽ ഇന്ത്യ ശരിയായ ദിശയിലാണ് സഞ്ചരിക്കുന്നത്. സ്വന്തമായി വിമാനവാഹിനി കപ്പലുകളും ആണവ അന്തർവാഹിനികളും 5ാം തലമുറ യുദ്ധവിമാനങ്ങളും നിർമ്മിക്കാനുള്ള ശേഷിയിലേക്ക് ഇന്ത്യ വളരുകയാണ്. തദ്ദേശീയമായ ഗവേഷണങ്ങൾക്ക് കൂടുതൽ ഫണ്ട് അനുവദിക്കുന്നതിലൂടെയും സർക്കാരും സ്വകാര്യ മേഖലയും തമ്മിലുള്ള ഏകോപനം ശക്തമാക്കുന്നതിലൂടെയും ഈ വെല്ലുവിളികളെ മറികടക്കാൻ കഴിയും. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന കേവലം ഒരു സാമ്പത്തിക ലക്ഷ്യം മാത്രമല്ല, അത് രാജ്യത്തിന്റെ അന്തസ്സും പരമാധികാരം ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള അനിവാര്യതയാണ്. 2025-26 വർഷത്തിലെ 1.78 ലക്ഷം കോടി രൂപയുടെ ഉൽപാദന റെക്കോർഡും 38,000 കോടിയിലധികം രൂപയുടെ കയറ്റുമതിയും തെളിയിക്കുന്നത് ഇന്ത്യ ഒരു ആഗോള പ്രതിരോധ നിർമ്മാണ ഹബ്ബായി മാറിക്കഴിഞ്ഞു എന്നാണ്. വരും വർഷങ്ങളിൽ 3 ലക്ഷം കോടി എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം കുതിക്കുമ്പോൾ അത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ തന്ത്രപരമായ സ്ഥാനം കൂടുതൽ ഭദ്രമാക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. സ്വയം നിർമ്മിത ആയുധങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയുടെ സുരക്ഷ ഇന്ന് കൂടുതൽ സുരക്ഷിതമാണ്.